നാറ്റോയെ ട്രംപ് ഇതാ ചതിച്ചിരിക്കുന്നു. നല്ല ഒന്നാം തരം പണിയാണ് നാറ്റോയ്ക്ക് കിട്ടാൻ പോകുന്നത്. നാറ്റോയോട് ട്രംപിന്റെ അമേരിക്ക ഗുഡ് ബൈ പറയും. അതോടെ ഉക്രൈന്റെ കാര്യവും കട്ടപ്പോകാം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനു വേണ്ടിയാണോ ട്രംപ് നാറ്റോയോട് ഒരു കലഹത്തിന് മുതിരുന്നത്? ശീതയുദ്ധ കാലഘട്ടത്തിന്റെ അവശിഷ്ടമായി ട്രംപ് കാണുന്ന അമേരിക്കയുടെ ഭാരമാണ് ഇന്ന് നാറ്റോ. റഷ്യയോട് കൂട്ടുകൂടി നാറ്റോയെ തള്ളിക്കളയുന്ന ട്രംപിനോട് ക്ഷമിക്കാൻ മറ്റ് സഖ്യകക്ഷികൾക്ക് സാധിക്കുമോ? നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. പുതിയതായി അധികാരമേറ്റെടുത്ത ട്രംപിന്റെ കീഴിൽ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുമെന്ന് ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സെർജി റിയാക്ബോക്ക് അഭിപ്രായപ്പെട്ടത് വലിയൊരു കാര്യമാണ് നമ്മളോട് പറയുന്നത്. ഇത്രനാളും ശത്രുപക്ഷത്ത് നിന്ന രണ്ടു രാജ്യങ്ങൾ തമ്മിൽ മികച്ച സഹകരണം ഉറപ്പാക്കുമെന്ന പ്രഖ്യാപനം കൂടിയായിരുന്നു അത്. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉക്രൈനിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് റഷ്യ അമേരിക്കയുമായി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച അധികാരമേറ്റ ട്രംപിനെ പുടിൻ അഭിനന്ദിക്കുകയും പുതിയ അമേരിക്കൻ ഭരണകൂടവുമായി സംഭാഷണത്തിനുള്ള സന്നദ്ധത ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉക്രൈൻ സംഘർഷം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ചർച്ചകൾ ആരംഭിക്കുന്നതിന് ട്രംപിന്റെ ടീം വളരെ കാലമായി തയ്യാറെടുക്കുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. ട്രംപുമായുള്ള ചർച്ച എങ്ങനെയാകുമെന്ന് ഇപ്പോൾ പറയാനാകില്ലെങ്കിലും പക്ഷേ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നും സെർജി റിയാബ്കോവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം ഉക്രൈൻ സംഘർഷം പരിഹരിക്കുന്നതിനെക്കുറിച്ച് തന്റെ സംഘം പ്രസിഡന്റ് പുടിൻ ഉടൻ സംസാരിക്കുമെന്ന് ട്രംപും പറഞ്ഞിട്ടുണ്ട്. അധികാരമേറ്റയുടൻ ട്രംപ് വിരമിച്ച ലഫ്റ്റനന്റ് ജനറൽ കീത്ത് കെല്ലോഗിനെ തന്റെ പ്രത്യേക ദൂതനായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. 100 ദിവസത്തിനുള്ളിൽ സംഘർഷം അവസാനിപ്പിക്കാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയതായി ദ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ പദ്ധതികളെക്കുറിച്ച് റഷ്യൻ ഉദ്യോഗസ്ഥർ ജാഗ്രതയോടെ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ട്രംപിന്റെ കാഴ്ചപ്പാടിനെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉക്രൈനിലേക്ക് വാതിലുകൾ തുറക്കാനുള്ള നാറ്റോയുടെ പദ്ധതികളാണ് പ്രതിസന്ധിയിലേക്ക് നയിച്ചതെന്ന് ട്രംപ് ഈ മാസം ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും റഷ്യയോട് അടുക്കുന്ന ട്രംപ് മറുഭാഗത്ത് റഷ്യയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന നാറ്റോയോട് പിണങ്ങിയിരിക്കുന്നതാണ് കാണുന്നത്. എന്താണ് ട്രംപിന് നാറ്റോയോട് ഇത്ര ദേഷ്യമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. 2024 ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മടങ്ങി വരാനുള്ള സാധ്യത വന്നപ്പോൾ മുതൽ US വിദേശ നയത്തിന്റെ ഭാവിയെക്കുറിച്ച്, പ്രത്യേകിച്ച് നാറ്റോയുമായി ബന്ധപ്പെട്ട് ഉക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തെക്കുറിച്ച് സുപ്രധാന ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പ്രസിഡന്റായ തന്റെ ആദ്യ ടേമിലുടനീളം വിദേശ ബന്ധങ്ങളോടുള്ള അസാധാരണമായ സമീപനത്തിന്റെ പേരിൽ പ്രസിദ്ധനായിരുന്നു ട്രംപ്. പരമ്പരാഗത സഖ്യങ്ങളോട്, പ്രത്യേകിച്ച് നാറ്റോയോട് അദ്ദേഹം പലപ്പോഴും സംശയത്തോടെ സമീപിക്കുകയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടുള്ള ആദരവ് പലകുറി പ്രകടിപ്പിക്കുകയും ചെയ്ത വ്യക്തി കൂടിയാണ്. ട്രംപ് രണ്ടാം തവണയും അധികാരത്തിലേറുമ്പോൾ അന്താരാഷ്ട്ര സുരക്ഷയോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം, പ്രത്യേകിച്ച് റഷ്യയെയും ഉക്രൈനെയും സംബന്ധിച്ച് US നയതന്ത്രത്തിന്റെ ദീർഘകാലമായി സ്ഥാപിതമായ മാനദണ്ഡങ്ങളിൽ നിന്ന് കൂടുതൽ വ്യതിചലിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് നിലവിൽ നാറ്റോയോട് കൂറില്ലാത്ത അമേരിക്കയായിരിക്കും ട്രംപിന്റെ കീഴിൽ ഉണ്ടാകുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അമേരിക്കയുടെ പണമാണ് നാറ്റോയുടെ ബലം പോലും. അത് എന്തിനാണെന്നും മറ്റ് രാജ്യങ്ങൾ എന്തുകൊണ്ട് പണം ഇറക്കുന്നില്ല എന്നും ചോദിക്കാൻ യാതൊരു മടിയും കാണിക്കാത്ത US പ്രസിഡന്റ് കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് എന്നതും ഓർക്കേണ്ടതുണ്ട്. ട്രംപിന് നാറ്റോയോടുള്ള ഇഷ്ടക്കേട് ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയതല്ല കേട്ടോ. അതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. സഖ്യത്തിന്റെ പ്രസക്തിയെ ട്രംപ് ഇടയ്ക്കിടെ ചോദ്യം ചെയ്യുകയും അവരുടെ GDPയുടെ കുറഞ്ഞത് 2% പ്രതിരോധത്തിനായി ചെലവഴിക്കുന്നത് ഉൾപ്പെടെ അവർ സമ്മതിച്ച സാമ്പത്തിക ബാധ്യതകൾ നിറവേറ്റാൻ അതിന്റെ അംഗങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. നാറ്റോ സഖ്യകക്ഷികൾ തങ്ങളുടെ ഭാരം വഹിക്കുന്നില്ലെന്നും സഖ്യത്തിന്റെ ചെലവുകളിൽ ഭൂരിഭാഗവും അമേരിക്കയാണ് വഹിക്കുന്നതെന്നും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യവുമാണ്. ട്രംപിന്റെ വീക്ഷണത്തിൽ നാറ്റോ USനെ സംബന്ധിച്ച് ഒരു ബലമോ ധൈര്യമോ ഒന്നുമായിരുന്നില്ല. മറിച്ച് ഈ സഖ്യം USനെ സൈനികപരമായും സാമ്പത്തികപരമായും ഒരു ഭാരമാണെന്നും ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്, ഉക്രൈൻ നാറ്റോ സഖ്യത്തിൽ ചേരുന്നു എന്ന വാർത്തയ്ക്ക് പുറകെ നടന്ന റഷ്യൻ അധിനിവേശവും ഉക്രൈൻ റഷ്യ യുദ്ധവുമൊക്കെ സമാധാനക്കേടല്ലാതെ മറ്റൊന്നും ലോകത്തുണ്ടാക്കിയിട്ടില്ല. ഈ യുദ്ധത്തിന് വളമിട്ടതോ ബൈഡൻ ഭരണകൂടവും നാറ്റോയും തന്നെ. ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ട്രംപ് നാറ്റോയോട് ഇത്തരമൊരു കാര്യം ആവശ്യപ്പെടുന്നത് പോലും. അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ നാറ്റോ കഴിഞ്ഞ ശീതയുദ്ധ കാലഘട്ടത്തിലെ അവശിഷ്ടം മാത്രമാണ്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയെ ഊറ്റിപ്പിഴിഞ്ഞുള്ള നാറ്റോ സഖ്യത്തിനോട് വെറുപ്പ് മാത്രമാണ് ട്രംപിനുള്ളത്. ഈ ചരിത്ര പശ്ചാത്തലം കണക്കിലെടുക്കുമ്പോൾ ട്രംപിന്റെ ഈ വരവിലും നാറ്റോയോടുള്ള അദ്ദേഹത്തിന്റെ സമീപനവും ഉക്രൈനിലെ യുദ്ധത്തിലെ പങ്കാളിത്തവും ഗണ്യമായി മാറിയേക്കാമെന്നതിൽ അതിശയിക്കാനൊന്നുമില്ല. ബഹുമുഖ കരാറുകളേക്കാൾ US ദേശീയ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന അദ്ദേഹത്തിന്റെ പ്രവണത നിലവിലെ രൂപത്തിൽ നാറ്റോയ്ക്കുള്ള പൂർണ്ണ പിന്തുണ ഒഴിവാക്കാനും പകരം അദ്ദേഹം വളരെ കാലമായി അനുകമ്പയുള്ള റഷ്യയുമായുള്ള അടുത്ത ബന്ധം വികസിപ്പിക്കാനും കാരണമായേക്കും. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് പുടിനുമായി ട്രംപ് തുടരുന്ന വലിയ സൗഹൃദം. ട്രംപിന്റെ ആദ്യ ടൈമിൽ
ടേമിലെ ഏറ്റവും വിവാദപരമായ വശങ്ങളിലൊന്നാണ് റഷ്യയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം എന്നത്. പ്രസിഡന്റ് സ്ഥാനത്ത് ഉടനീളം ട്രംപ് പലപ്പോഴും വ്ളാഡിമിർ പുടിനെക്കുറിച്ച് പോസിറ്റീവായി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരു ശക്തനായ നേതാവ് എന്ന് അഭിസംബോധന ചെയ്യുകയും അദ്ദേഹത്തിന്റെ നേതൃത്വ ശൈലിയെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. പുടിനുമായുള്ള വ്യക്തിപരമായ ബന്ധങ്ങളോ US രാഷ്ട്രീയത്തിലെ റഷ്യൻ സ്വാധീനമോ ട്രംപ് നിഷേധിച്ചുവെങ്കിലും റഷ്യയോടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റവും സമീപനവും വ്യാപകമായ വിമർശനത്തിന് കാരണമായി. പുടിനെക്കുറിച്ചുള്ള ട്രംപിന്റെ ഊഷ്മളമായ അഭിപ്രായങ്ങളും റഷ്യയുമായി മികച്ച ബന്ധം സ്ഥാപിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആവർത്തിച്ചുള്ള ആഹ്വാനങ്ങളും രണ്ടാം ടേമിൽ അദ്ദേഹം ഉക്രൈൻ പ്രതിസന്ധിയെ എങ്ങനെ സമീപിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടിയിട്ടുമുണ്ട്. ഉക്രൈന്റെ പരമാധികാരത്തെയും റഷ്യയുടെ അധിനിവേശത്തിനെതിരെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തെയും ശക്തമായി പിന്തുണച്ച ബൈഡൻ ഭരണകൂടത്തിൽ നിന്ന് വ്യത്യസ്തമായി ട്രംപിന്റെ നിലപാട് ചരിത്രപരമായി റഷ്യയോടുള്ള കൂടുതൽ അനുരഞ്ജനപരമായ സമീപനത്തിലേക്കാണ് കാര്യങ്ങളെ നീക്കിയത്. ദീർഘകാല സൈനിക ഇടപെടലിനേക്കാൾ നേരിട്ടുള്ള നയതന്ത്രത്തിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ പുടിനുമായി ഒരു കരാർ ചർച്ച ചെയ്തുകൊണ്ട് ഉക്രൈനിലെ യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കണമെന്നാണ് ട്രംപിന്റെ നിർദ്ദേശം പോലും. 2019 ഉക്രൈനിലുള്ള സൈനിക സഹായം തടഞ്ഞതിന് ട്രംപ് വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇംപീച്ച്മെന്റ് നടപടികളിൽ ഈ തീരുമാനം ഒരു പ്രധാന വിഷയമായി ഉയർന്നു വരികയും ചെയ്തിരുന്നു. എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം ഉക്രൈന് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുമുണ്ട്. ആക്രമണത്തെ ചെറുക്കാൻ ഉക്രൈനെ ആയുധമാക്കണമെന്ന് പ്രസ്താവിച്ചതും ട്രംപ് തന്നെയാണ്. ഈ സമ്മിശ്ര സൂചനകൾ ഉണ്ടായിരുന്നിട്ടും വിദേശ സംഘടനകളിൽ പ്രത്യേകിച്ച് യൂറോപ്പിൽ USന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തുകയും റഷ്യയുമായുള്ള യുദ്ധത്തിൽ കുടുങ്ങുന്നത് ഒഴിവാക്കുകയും ചെയ്യുക എന്നതായിരുന്നു ട്രംപിന്റെ പ്രധാന ലക്ഷ്യം പോലും. കാരണം ട്രംപിന് പരിഹരിക്കാൻ അമേരിക്കയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെ ധാരാളമുണ്ട്. അതിനിടയിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ സൈനിക സാമ്പത്തിക സഹായം ചെയ്ത് മുടിയാൻ അമേരിക്ക തയ്യാറല്ലെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ട്രംപിന്റെ നിലപാട്. ട്രംപ് വീണ്ടും അധികാരത്തിൽ എത്തുന്നതോടെ ഉക്രൈനിൽ നാറ്റോയുടെ നേരിട്ടുള്ള ഇടപെടൽ അദ്ദേഹം ഒഴിവാക്കുമെന്ന് തന്നെയാണ് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുദ്ധം ഒരു യൂറോപ്യൻ പ്രശ്നമാണെന്നും US സൈനികപരമായി ഇടപെടേണ്ട ഒന്നല്ലെന്നും വാദിക്കുന്ന വ്യക്തി കൂടിയാണ് ഈ ട്രംപ്. USന്റെ താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകുകയും വിഭവങ്ങൾ ചോർത്തുകയോ റഷ്യയുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് കാരണമാകുകയോ ചെയ്യുന്ന അനാവശ്യ പ്രതിബന്ധതകൾ ഒഴിവാക്കുകയും തന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന വിദേശ നയത്തിന്റെ ഭാഗമായി ഇതിനെ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുമെന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. യൂറോപ്പിൽ US സൈനിക സാന്നിധ്യം കുറയ്ക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ഉക്രൈൻ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ നാറ്റോയുടെ ഫലപ്രാപ്തിയെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നതോടെ നാറ്റോയെക്കുറിച്ചുള്ള ട്രംപിന്റെ ഇഷ്ടക്കേട് കുറച്ചുകൂടി സ്പഷ്ടമാകുകയാണ്. നാറ്റോയോടുള്ള ട്രംപിന്റെ സംശയവും റഷ്യയോടുള്ള അദ്ദേഹത്തിന്റെ കരുതലും USന്റെ നേരിട്ടുള്ള ഇടപെടലില്ലാതെ റഷ്യയുമായി സ്വന്തം സമാധാന ചർച്ചകൾക്ക് ഉക്രൈനെ വിട്ടുകൊടുക്കാൻ പ്രേരിപ്പിക്കുന്നതാവാം. ഉക്രൈനിൽ നേരിട്ടുള്ള പിന്തുണ കുറയ്ക്കുകയും ശത്രുത കുറയ്ക്കുന്നതിന് പകരമായി റഷ്യയ്ക്ക് കൂടുതൽ ഇളവുകൾ നൽകുകയും ചെയ്യുന്ന ഒരു നയതന്ത്ര പരിഹാരത്തിനായി അദ്ദേഹം ശ്രമിച്ചേക്കാം. എന്നിരുന്നാലും ട്രംപിന്റെ ഈ സമീപനം റഷ്യ ഒരു അസ്തിത്വ ഭീഷണിയായി കാണുന്ന നാറ്റോ സഖ്യകക്ഷികളെ സംബന്ധിച്ച് അപകടകരമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പ്രത്യേകിച്ച് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളെയും ബാൾട്ടിക് രാജ്യങ്ങളെയും ഇത് അകറ്റി നിർത്തുക തന്നെ ചെയ്യും. ട്രംപിന്റെ പിന്തുണ പുടിനെ ശക്തിപ്പെടുത്തുകയും ആഗോളതലത്തിൽ USന്റെ വിശ്വാസ്യതയെ ദുർബലപ്പെടുത്തുകയും ചെയ്യാനുള്ള സാധ്യത വരെ അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ട്രംപിന് ഇതൊന്നും ഒരു കാര്യവുമല്ല. ട്രംപ് വിചാരിക്കുന്നതാണ് ട്രംപ് ചെയ്യുന്നത്. നാറ്റോയിൽ നിന്നും അമേരിക്ക വിട്ടുനിൽക്കുന്നതോടെ നാറ്റോ സഖ്യം സത്യം പറഞ്ഞാൽ ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ആകുമെന്നതാണ് കാര്യം. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നാറ്റോ എന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ സ്വന്തം സ്ഥാപനമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. സ്ഥാപക അംഗങ്ങളിൽ ഒരാളെന്ന നിലയിലും സഖ്യത്തിന്റെ ഏറ്റവും വലിയ സൈനിക സാമ്പത്തിക ശക്തി എന്ന നിലയിലും നാറ്റോയുടെ ഹൃദയഭാഗം തന്നെയാണ് US. 1949 നാറ്റോ തുടങ്ങിയ കാലം മുതൽ നാറ്റോ US വിദേശ പ്രതിരോധ നയത്തിന്റെ മൂലക്കല്ലാണ്. കൂടാതെ സഖ്യത്തിനുള്ളിൽ കാര്യമായ നേതൃത്വവും വിഭവങ്ങളും US തന്നെയാണ് നൽകിപ്പോരുന്നത്. ശീതയുദ്ധ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയനെ എതിർക്കാൻ വേണ്ടി അമേരിക്ക നേതൃത്വം കൊടുത്ത ഒരു സംഘടനയെ ഇപ്പോൾ റഷ്യയ്ക്ക് വേണ്ടി അമേരിക്ക തന്നെ തള്ളിക്കളയുകയാണോ എന്നവരെ നമ്മളെ ചിന്തിപ്പിക്കാനുള്ള സംഭവങ്ങളാണ് നടക്കുന്നതൊക്കെ. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്തുതന്നെയായാലും കമന്റിൽ എഴുതുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.